കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 63 പേർക്ക് പരുക്കേറ്റു. ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേർക്കാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. തിരക്കേറിയ ടെർമിനലിലുണ്ടായതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടി. 55-കാരനായ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. എയർപോർട്ടിലെ ഒരു കരാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മൻസൂർ അഹമ്മദ് റഹ്മാൻ. ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ഇയാളുടെ കുടുംബത്തിനാവശ്യമായ സഹായം നൽകുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. 63 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇതിൽ 7 പേരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. 6 ആശുപത്രികളിലായാണ് പരുക്കേറ്റവരെ ചികിത്സിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ടെർമിനൽ പൂർണ്ണമായി അടച്ചു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും പോയ എയർ ഇന്ത്യ വിമാനങ്ങൾ കുവൈറ്റിൽ ഇറക്കാതെ തിരിച്ചുവിട്ടു. കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ബഹ്റൈന് നേർക്ക് മിസൈൽ ആക്രമണമുണ്ടായെന്നും ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കനത്ത പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.